നന്ദി ചെയ്യുന്നവർക്ക് അങ്ങനെ, നന്ദി ചെയ്തവർക്ക് മുഴുവൻ അല്ലാഹു പ്രതിഫലം നൽകുമെന്നാണ് പറഞ്ഞത്. സൂറത്ത് തൗബയിലുണ്ട്, ഫസൗഫ യുഗ്നീകുമുല്ലാഹു മിൻ ഫദ്ലിഹി ഇൻഷാ. അല്ലാഹു ചിലർക്ക് സമ്പാദ്യം കൊടുക്കുന്നുണ്ട്, വരുമാനം കൊടുക്കുന്നുണ്ട്. ഫസൗഫ യുഗ്നീകുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു നിങ്ങൾക്ക് ഔദാര്യം തരും, ഇഷ്ടം പോലെ വാരിക്കോരി അല്ലാഹു നിങ്ങൾക്ക് തരും. ഇൻഷാ, അത് നിങ്ങൾക്ക് തരയണമോ വേണ്ടയോ എന്ന് അല്ലാഹു ഉദ്ദേശിക്കണം, അപ്പോഴേ തരുള്ളൂ. സൂറത്തുൽ അൻആമിൽ ഫയക്ഷിഫു മാ തദ്ഊന ഇലൈഹി ഇൻഷാ, നിങ്ങളുടെ പ്രയാസങ്ങളെ അല്ലാഹു നീക്കിത്തരും അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ. യർസുഖു മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു റിസ്ക് കൊടുക്കും. യഗ്ഫിറു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ثم يتوب الله من بعد ذلك على من يشاء, അല്ലാഹു ഉദ്ദേശിച്ചവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കും. അവിടെയൊക്കെ അല്ലാഹുവിൻ്റെ മശീഅത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു ഉദ്ദേശിക്കുക, അല്ലാഹു ഉദ്ദേശിച്ചാൽ. പക്ഷേ ശുക്ർ ചെയ്യുന്നിടത്ത് എന്താ പറഞ്ഞത്? ഫസയജിസില്ലാഹു ശാകിരീൻ, അള്ളാഹുവിനോട് നന്ദിയുണ്ട് റബ്ബേ, നിനക്ക് സ്തുതിയാണ് അല്ലാ, നിനക്ക് സ്തുതിയാണ് എന്ന് അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നവർക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കും. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് എന്നല്ല, തൗബ സ്വീകരിക്കുന്നത് പോലെ അങ്ങനെ പറഞ്ഞത്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് നൽകുന്നത്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നത്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പ്രയാസം നീക്കി കൊടുക്കുന്നത്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക്. ശുക്ർ ചെയ്യുന്നതോ വസയജിസില്ലാഹു ശാകിരീൻ, ചിലയിടത്ത് വസനജിസി ശാകിരീൻ, അള്ളാഹു ശുക്ർ ചെയ്യുന്നവർക്ക് മുഴുവനും അള്ളാഹു പ്രതിഫലം നൽകുകയാണ്. അതുകൊണ്ടാണ് ഇബ്ലീസ് ഒരു വഴി സ്വീകരിച്ചത്. ശുക്ർ ചെയ്താൽ അള്ളാഹു ഉടനെ പ്രതിഫലം കൊടുക്കും. അതുകൊണ്ട് മനുഷ്യന്മാരെ പരമാവധി നന്ദിയില്ലാത്തവരാക്കി മാറ്റാനാണ് ഇബ്ലീസ് ശ്രമിക്കുക. അതുകൊണ്ടാണ് ഈ നാസ്തികവാദവും ഈ അയുക്തിവാദവും ഒക്കെ ലോകത്ത് വളരുന്നത്. മനുഷ്യൻ ആരോടും നന്ദിയില്ലല്ലോ, ഇതൊക്കെ വെറുതെ കിട്ടിയാന്നല്ലേ പറയാ. ആരോടും കടപ്പാടും പറയണ്ട, ആരോടും നന്ദിയും പറയണ്ട, ഒന്നും വേണ്ട. ഈ ഒരു രീതിയിലേക്ക് പിശാച്ച് മനുഷ്യനെ കൊണ്ടുപോകുമെന്ന് പിശാച്ചിന്റെ പ്രഖ്യാപനമുണ്ട്. സൂറത്തുൽ അറാഫ് ഒന്ന് എടുത്തു നോക്കൂ. ഇബ്ലീസ് പറയാ, ثُمَّ لَآتِيَنَّهُمْ مِنْ بَيْنِ أَيْدِيهِمْ وَمِنْ خَلْفِهِمْ وَعَنْ أَيْمَانِهِمْ وَعَنْ شَمَائِلِهِمْ وَلَا تَجِدُ أَكْثَرَهُمْ شَاكِرِينَ. നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഈ ആയത്തിന്റെ ശരിയായ അർത്ഥം. ثُمَّ لَآتِيَنَّهُمْ مِنْ بَيْنِ أَيْدِيهِمْ, മനുഷ്യരുടെ മുമ്പിലൂടെ ഞാൻ വരും, നേർക്ക് നേരെ, ഫേസ് ടു ഫേസ്. വമിൻ ഖൽഫിഹിം, ബാക്കിലൂടെ, ഒരു സുഹൃത്തിലൂടെ കാര്യം വരിക. ഒരു സുഹൃത്തിൻ്റെ ഒരു ഫോർവേഡ് മെസ്സേജിലായിരിക്കും ഇവൻ യുക്തിവാദത്തിലേക്ക് പോകുന്നത്. ഡയറക്റ്റ് ഇവൻ്റെ മുമ്പിലേക്ക് വന്നതല്ല, വേറെ വഴിക്ക്. വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം,